Students, today we will discuss യൂറിസം ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് യൂറിസോൺ ലെമ്മ എന്നുള്ളത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് മുൻപുള്ള അതിന്റെ ഒരു സെക്ഷൻ തന്നെയാണിത്, അതിന്റെ ഒരു പാർട്ടാണിത്. അപ്പോൾ അതിന്റെ പ്രൊപ്പോസിഷൻ പറയാം. ലെറ്റ് എ കോമ ബി ബി ടു സബ്സെറ്റ്സ് ഓഫ് എക്സ് and there exists a continuous function f from x to close to 0 1 such that f of x equal to 0 for all x element of a and f of x equal to 1 for all x element of b. അതായത് എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിലെ രണ്ട് സബ്സെറ്റുകൾ എയും ബിയും തന്നിട്ടുണ്ട്. എഫ് എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിൽ നിന്ന് ക്ലോസ് മുതൽ 0 1ലേക്ക് തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എയിലുള്ള എല്ലാ പോയിന്റ്സിനെയും അത് 0യിലേക്കും ബിയിലെ എല്ലാ പോയിന്റ്സിനെയും 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് there exists a disjoint open sets u, v such that എ മുഴുവനായും യുക്കകത്തായിരിക്കും, ബി സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ കണ്ടുപിടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ പ്രോപ്പർട്ടിയുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ, അപ്പൊ നമുക്ക് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ അങ്ങനെ രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ജിയും എച്ചും രണ്ട് ഓപ്പൺ സെറ്റുകൾ ക്ലോസുമ്പോൾ 0 1 കൺസിഡർ ചെയ്യാം. ജി ആയിട്ട് ആരെ എടുക്കുക, ക്ലോസ്ഡ് 0 ഓപ്പൺ ഹാഫ് എന്നുള്ളത് എടുക്കാം. അപ്പൊ ഇതിന്റെ ഓപ്പൺ സെറ്റ് ആണിത്. കാരണം ഈ ക്ലോസ് മുതൽ 0 1 എന്ന് പറയുന്നത് ആറിന്റെ സബ്സെറ്റ് ആണല്ലോ. അപ്പൊ ആറിലുള്ള ഒരു ഓപ്പൺ സെറ്റ് ഇന്റർസെക്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 എന്നുള്ള രൂപത്തിലാണ് ഇതിലത്തെ ഓപ്പൺ സെറ്റുകൾ വരിക. ആൻഡ് ആറിലത്തെ ഒരു ഓപ്പൺ സെറ്റ് ആണ് നമുക്ക് -1 ഓപ്പൺ ഇന്റർവൽ -1 ഹാഫ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, അത് ഇന്റർസെക്ഷൻ ക്ലോസ് മുതൽ 0 1 എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റർവൽ കിട്ടും. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ക്ലോസ്ഡ് മുതൽ 0 1. അതേപോലെ തന്നെ എച്ച് എന്നുള്ളത് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് 1 എന്നുള്ള രൂപത്തിൽ എടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് സെറ്റുകളുടെ പ്രത്യേകത, ഇത് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ക്ലോസ് മുതൽ 0 1 ആണ്. എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ഓപ്പൺ സെറ്റ് എടുത്തിട്ട് അതിന്റെ എഫ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആണെന്ന് അറിയാലോ. അപ്പൊ യു എന്നുള്ളത് എഫ് ഇൻവേഴ്സ് ജി ആയിട്ടും വി എന്നുള്ളത് എഫ് ഇൻവേഴ്സ് എച്ച് ആയിട്ടും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ആർ ടു ഓപ്പൺ സെറ്റ്സ് ഇൻ ക്യാപിറ്റൽ എക്സ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത 0 എന്നുള്ളത് ജിക്കകത്തായതുകൊണ്ട് ആൻഡ് എഫ് എയിലെ എല്ലാ പോയിന്റ്സിനെയും 0യിലേക്കല്ല മാപ്പ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എയിലെ എല്ലാ പോയിന്റുകളുടെയും ഇമേജ് ഈ സെറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ജിക്കകത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ സോ ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് യു ആണ്. അതേപോലെ തന്നെ സിമിലർ റീസണിങ്, ബിയിലെ എല്ലാ പോയിന്റുകളെയും 1ലേക്കല്ലേ എഫ് മാപ്പ് ചെയ്തിരുന്നത്, അത് ഈ സെറ്റിനകത്തല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് എച്ച് എടുത്തു കഴിഞ്ഞാൽ ബി അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഡി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആണ്, അതിന്റെ ബി ഈസ് സബ്സെറ്റ് ഓഫ് വി ആണ്. അപ്പോൾ ആ രൂപത്തിലുള്ള രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ തന്നെ കിട്ടി. കാരണം ജിയും എച്ചും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് അവരുടെ എഫ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ കിട്ടി. അപ്പൊ ഇവിടെ ഈ പ്രോപ്പർട്ടിയുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സെറ്റുകളെ ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ കൊറോളറി പറയുന്നത്, ഇത് ആക്ച്വലി യൂറിസോൺ ലെമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളതാണ് നമ്മളുടെ യൂറിസോൺ ലെമ്മ എന്ന് പറയുന്നത്. If a space capital X has the property that any two mutually disjoint closed subsets a comma b of it, there exists a continuous function f from x to close to 0 1 taking the value 0 at all points of a and value 1 at all points of b, then x is normal. ഇവിടെ നോക്കിക്കേ, ഈ പ്രൊപ്പോസിഷനിൽ എയും ബിയിനെ കുറിച്ചും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എനി സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആവാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ കൊറോളറിയിൽ എടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ എയും ബിയും രണ്ട് മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റുകൾ എടുക്കുന്നു, ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സബ്സെറ്റുകളായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിലും ഇവിടെ ഈ ഇതേ പറഞ്ഞ രൂപത്തിലുള്ള ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ രൂപത്തിലുള്ള ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റുകളെ തന്നു കഴിഞ്ഞാൽ അവരെ ഈ രൂപത്തിലുള്ള ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സ്പേസിനെ അല്ലേ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ എന്തുണ്ടെന്ന് കിട്ടും, ഈ രൂപത്തിലുള്ള രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റുകൾ ഈ പ്രൊപ്പോസിഷൻ വെച്ച് കിട്ടും. അതുകൊണ്ട് ആ സ്പേസ് നോർമൽ ആയിക്കോളും. അപ്പോൾ ഇതിന്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് നമ്മൾ യൂറിസോൺ ലെമ്മ എന്ന് പറയുന്നത്. അപ്പൊ യൂറിസോൺ ലെമ്മ ഇതാണ് തിയറം. A topological space capital X is normal if and only if it has the property that every two mutually disjoint closed subsets a comma b of x, there exists a continuous function f from x to close to 0 1 such that f of x equal to 0 for all x element of a and f of x equal to 1 for all x element of b. അപ്പൊ ഇതിലത്തെ സഫിഷ്യൻസി പാർട്ട് നമ്മൾ കൊറോളറിയിൽ പ്രൂവ് ചെയ്തു. കൊറോളറി എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപത്തെ തിയർ ആണ് നമ്മൾ പ്രൊപ്പോസിഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത ഇതാണ്.
ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈ രൂപത്തിലുള്ള രണ്ട് ക്ലോസ്ഡ് സെറ്റ് എയും ബിയും തന്നിട്ട് ഈ രൂപത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ സ്പേസ് നോർമൽ ആയിരിക്കും. അതായത് അവരെ ഡിസ്റ്റോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രൊപ്പോസിഷനിൽ പ്രൂവ് ചെയ്തത്. ഇനി അതിന്റെ തിരിച്ചുള്ള പാർട്ട്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്പേസ് നോർമൽ ആണെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ പ്രോപ്പർട്ടി ഉള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാന്നുള്ളത് നമ്മൾ 2-3 ലെമ്മകളിൽ കൂടിയാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് വേണം ആ രൂപത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം അതിന് വേണ്ട ഒരു ലെമ്മയാണ് പറയുന്നത്. ലെറ്റ് എഫ് ഫ്രം എക്സ് ടു ക്ലോസ് 0 1 ബി കണ്ടിന്യൂസ് ഫോർ ഈച്ച് ടി എലമെന്റ് ഓഫ് ആർ ലെറ്റ് എഫ് ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ടി. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഈ രൂപത്തിലുള്ള സെറ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ ടി എലമെന്റ് ഓഫ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടും ഈ രൂപത്തിൽ എഫ് ടി എന്നുള്ള സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം. ആ ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് സെറ്റിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? എഫ് ടി ഈസ് ആൻ ഓപ്പൺ subset of x for each t element of R, f t equal to null set for t less than 0, f t equal to full set for t greater than 1. For any s, t element of R s less than t ആണെങ്കിൽ fs closure subset of ft ആയിരിക്കും. Moreover, for each x element of x, small f of x ന്റെ വാല്യൂ എന്ന് പറയുന്നത് യൂസിങ് ക്യാപിറ്റൽ എഫ് ഓഫ് ടി നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ടി എലമെന്റ് ഓഫ് ക്യൂ എക്സ് എലമെന്റ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എഫ് എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് സെറ്റിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് ഈ ലെമ്മ. ഈ ലെമ്മയുടെ തിരിച്ചുള്ള പാർട്ടാണ് നമുക്ക് ആവശ്യം. നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ തിരിച്ചുള്ള പാർട്ട്, അപ്പൊ നിങ്ങൾ യൂറിസോൺ ലെമ്മ ചോദിക്കുകയാണെങ്കിൽ ലെമ്മയുടെ ആദ്യം ലെമ്മ എന്ന് പറയുന്നുവെങ്കിലും ഈ തീറമാണ് യൂറിസോൺ ലെമ്മ എന്ന് പറയുന്നത്. ഇത് തീറം, ഈ പറഞ്ഞ തീറം 3.3 ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുക, എന്നിട്ട് ഇതിലത്തെ ഈ തീറം നമ്മൾ ആദ്യം പറഞ്ഞ ഈ പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യുക. പ്രൊപ്പോസിഷനിൽ എഴുതുമ്പം ഇവിടെ രണ്ട് സെറ്റുകൾ എന്നുള്ള രൂപത്തിൽ പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് എന്നുള്ള രൂപത്തിൽ ഇതിന്റെ ടേംസിലേക്ക് ആക്കിയിട്ട് അതിനെ എഴുതുക. അപ്പോൾ ഒരു പാർട്ടായി. ഇനി അതിന്റെ തിരിച്ചുള്ള പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലെമ്മ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഈ ലെമ്മ മുതലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഈ ലെമ്മയും പിന്നെ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടെ എഴുതിയാലാണ് ഇതിന്റെ പ്രൂഫ് ആവുക. അപ്പൊ ഈ ലെമ്മ പറയാം. ഈ ലെമ്മ അതിന്റെ ഒപ്പം എഴുതിക്കോണം. അതായത് ഈ 2 വെയിറ്റേജിലൊക്കെയാണ് ചോദിക്കണമെങ്കിൽ എഴുതണ്ട. ഇതൊരു 5 വെയിറ്റേജിലൊക്കെ വരികയാണെങ്കിൽ ഇതും കൂടെ ചേർത്ത് എഴുതണം. ഇനി ഇത് എഴുതിയില്ലെങ്കിലും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിലും പ്രൂഫ് എഴുതിയിട്ടില്ലെങ്കിൽ എന്തായാലും മാർക്ക് കുറച്ച് കുറയും. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ പ്രൂഫ്, ലെമ്മയുടെ പ്രൂഫും കൂടെ എഴുതണം. ഇനി അറ്റ്ലീസ്റ്റ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഈ പ്രൂഫ് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രൂഫും കൂടെ ചേർത്ത് എഴുതിയാലേ എസ്ഐയുടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. Let X be a topological space. Suppose F T element of Q is a family of sets in capital X such that, അതായത് ഇവിടെ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് തന്നിട്ടുണ്ട്, അതിന്റെ കുറെ സെറ്റുകൾ തന്നിട്ടുണ്ട്. അതായത് എത്ര സബ്സെറ്റ് ആണ്? ടി എലമെന്റ് ഓഫ് ക്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടി എലമെന്റ് ഓഫ് ക്യൂന് കറസ്പോണ്ടിങ് ആയിട്ടും എഫ് ടികൾ തന്നിട്ടുണ്ട്. ആ എഫ് ടികളുടെ പ്രത്യേകത ഈ പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. F T is open in X for each T element of Q. F T equal to null set for each T element of Q with a T less than 0. F T equal to X for T element of Q with a T greater than 1. Fs closure subset of F T for S, T element of Q with S less than T. And ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സ്മോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇൻഫിമം ഓഫ് ടി എലമെന്റ് ഓഫ് ക്യൂ എക്സ് എലമെന്റ് ഓഫ് എഫ് ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ക്യാപിറ്റൽ എക്സ് ആയിരിക്കും. ഇറ്റ് ടേക്സ് വാല്യൂസ് ഇൻ ദി യൂണിറ്റ് ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 0. അപ്പൊ ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ ഈ ലെമ്മയിൽ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെയുള്ള സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ ആ സെറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്മോൾ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഫംഗ്ഷൻ ഒന്നുകൂടി ഒരു എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇൻഫിമം ഓഫ് ഈ സെറ്റ് എന്നുള്ളതല്ലേ നമ്മൾ എഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ സെറ്റിനെ ജി എക്സ് എന്ന് വിളിച്ചു. എന്നിട്ട് ജി എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി എലമെന്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ടി. അതായത് എക്സ് എഫ് ടിയിൽ വരുന്ന ടികളെ എല്ലാം കൂടി എടുക്കുന്നു. നമ്മളൊരു എക്സ് എന്നുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ഏതൊക്കെ എഫ് ടികളിലാണോ വന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടികളെല്ലാം എടുക്കുന്നു. അതിന്റെ ഇൻഫിമം എന്നുള്ള രൂപത്തിലാണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ടികളുടെ കളക്ഷനെയാണ് ജി എക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ ജി എക്സിന്റെ ഇൻഫിമം ആണ് ഇപ്പൊ നമ്മുടെ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട തിയറം എന്ന് പറയുന്നത്.
ഇനി ഈ ജി എക്സിന് ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തണ്ടേ. ഇപ്പൊ ഈ കണ്ടീഷൻ 3 പ്രകാരം നോക്കിക്ക് എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 1. അപ്പൊ എന്തായാലും നമ്മളൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സിൽ അല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സിൽ എന്തായാലും വരും. അപ്പോൾ എക്സ് വരുന്ന ഒരു എഫ് ടി എങ്കിലും ഉണ്ടാവും. ടി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ ടികളിലും എഫ് ടി ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ സ്മോൾ എക്സ് നമ്മളുടെ ആ എഫ് ടിയിൽ വന്നോളും. അപ്പൊ എക്സ് എഫ് ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ ടികളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ജി എക്സ് നോൺ എം ടി ആണ്. ആൻഡ് ജി എക്സ് നോക്കിക്കേ, എഫ് ടി ഈക്വൽ ടു നൾ സെറ്റ് ഫോർ ടി ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ടി ലെസ് ദാൻ 0 ആയിട്ടുള്ള ടി എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും എക്സ് എഫ് ടിയിൽ വരില്ല, കാരണം എഫ് ടി നൾ സെറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീകളൊന്നും ഇതിനകത്ത് വരില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടീകളൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ജി എക്സ് എന്നുള്ള സെറ്റിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള ടീകൾ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ആണ്. അപ്പൊ ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് ഈ സെറ്റിന് എന്തായാലും ഒരു ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഫിമൊക്കെയാണ് നമ്മൾ എഫ് എന്നിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇനി ഇത് നമുക്ക് എന്തുകൂടി പ്രൂവ് ചെയ്യണം? ഇത് കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓൾസോ കണ്ടീഷൻ 2 ആൻഡ് 3 2 പറയുന്നത് എന്താ? ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ടി നൾ സെറ്റ് ആണെന്നും ടി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ടി ഫുൾ സെറ്റ് ആണെന്നാണ് 3 പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. അതായത് ഇതിൽ വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത് 0ക്ക് മേലെ മാത്രമാണ് ഈ ഇതിൽ എൻട്രീസ് വരുള്ളൂ. അതുപോലെ ടി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാവരും വരുന്നുണ്ട്. ടി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇൻഫിമം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 1 അല്ലേ വരുള്ളൂ, അതിനേക്കാൾ വലുത് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഇതിന്റെ ഇമേജ് വരുന്നത് എന്നുള്ളതും ഉറപ്പാക്കി. ഇനി നമുക്ക് എഫ് കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫ് ഫ്രം എക്സ് ടു ആർ ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആറിൽ ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും എഫ് ഇൻവേഴ്സ് ഓഫ് ആ സെറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ആറിലെ എല്ലാ ഓപ്പൺ സെറ്റും എടുക്കുന്നതിന് പകരം നമുക്കറിയാം ഈ ടൈപ്പിലുള്ള ഇന്റർവൽസ് -ഇൻഫിനിറ്റി എ പി ഇൻഫിനിറ്റി ഈ ടൈപ്പിലുള്ള ഇന്റർവൽസിന്റെ കളക്ഷൻ സബ് ബേസ് ഫോർ ദ യൂഷ്വൽ ടോപ്പോളജി ഓൺ ആർ ആണ്. അപ്പൊ ഈ സബ് ബേസിൽ എലമെന്റ്സിന്റെ എഫ് ഇൻവേഴ്സ് ഓപ്പൺ ഇൻ എക്സ് എന്നും പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് സോ അതെ -ഇൻഫിനിറ്റി എ ടൈപ്പിൽ വരുന്നതിന്റെ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് അല്ലേ വരിക, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ്. അതായത് ഇതിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് -ഇൻഫിനിറ്റി എസ് എന്നാണ് വരിക. അതുപോലെ ഈ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്. അതായത് എസ് ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ എഫ് ഇൻവേഴ്സ് എന്നുള്ളതാണ് ഈ സെറ്റ്. അപ്പൊ ഈ രണ്ട് സെറ്റുകൾ ക്യാപിറ്റൽ എക്സിൽ ഓപ്പൺ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെമ്മയുടെ പ്രൂഫായി. അപ്പൊ ആദ്യം നമ്മൾ ഈ സെറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ലെറ്റ് എസ് എലമെന്റ് ഓഫ് ആർ നമ്മൾ വിളിക്കാൻ എളുപ്പത്തിന് ഇതിന് എച്ച് എന്ന് പേര് കൊടുക്കുന്നു. ലെറ്റ് എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ്. നമുക്കിത് ഓപ്പൺ സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓപ്പൺ സെറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളെ കയ്യിലുള്ള സാധനം എഫ് ടികളൊക്കെ ഓപ്പൺ സെറ്റ് ആണെന്നുള്ളത് അറിയാം. അപ്പൊ ആ എഫ് ടികൾ യൂസ് ചെയ്തിട്ട് ഈ സെറ്റിനെ എച്ചിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ ഈ ഒരു ഭാഗമൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് മുതൽ എഴുതിയാൽ മതി. വി ക്ലെയിം ദാറ്റ് എച്ച് ഈക്വൽ ടു യൂണിയൻ എഫ് ടി ടി എലമെന്റ് ഓഫ് ടു ടി ലെസ് ദാൻ എസ്. നമ്മൾ അവിടെ നിന്ന് മുതലാണ് പിന്നെ എഴുതേണ്ടത്. അപ്പോൾ എച്ച് ഈക്വൽ ടു ഇതെന്ന് എഴുതാം. ആൻഡ് വി ക്ലെയിം ദാറ്റ് എച്ച് ഈക്വൽ ടു യൂണിയൻ ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി എച്ച് ഈ യൂണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്? എച്ച് ഒരു സെറ്റാണ്, യൂണിയൻ എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ഇത് ഒരു സെറ്റാണ്. അപ്പൊ ഇതിൽ എച്ചിലെ എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ടെന്നും ഈ യൂണിയനിലെ എല്ലാ എലമെന്റ്സും എച്ചിലുണ്ടെന്നും പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ സോ നമ്മൾ ആദ്യം എച്ചിലെ ഒരു എലമെന്റ് എടുക്കുന്നു, എക്സ് എലമെന്റ് ഓഫ് എച്ച് എടുക്കുന്നു. എച്ച് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആണ്. അപ്പൊ എക്സ് എച്ചിൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആണെന്ന് അറിയാലോ. എഫ് പറഞ്ഞാൽ ഇൻഫിമം ജി എക്സ് ആണ്. അപ്പൊ അതിനേക്കാൾ ഇൻഫിമത്തേക്കാൾ കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും സെറ്റിനകത്ത് വരില്ലല്ലോ. അപ്പൊ ഈ എസ് എന്നുള്ളത് ഒരിക്കലും സോറി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിമാണ്. അപ്പൊ അതൊരിക്കലും ലോവർ ബൗണ്ട് ആവും. അതിനേക്കാൾ കൂടിയ വാല്യൂ ലോവർ ബൗണ്ട് ആവില്ല. അപ്പൊ എസ് ലോവർ ബൗണ്ട് അല്ല. ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാല് എഫിനേക്കാൾ ചെറിയൊരു എലമെന്റ് എന്തായാലും ജി എക്സിനകത്ത് ഉണ്ടാവും. സോ നമുക്ക് എങ്ങനെ പറയാം? ദർ എക്സിസ്റ്റ് സം ക്യൂ എലമെന്റ് ഓഫ് ജി എക്സ് സച്ച് ദാറ്റ് ക്യൂ ലെസ് ദാൻ എഫ്. ഓക്കെ, ഇൻഫിമാണ്. ഇൻഫിമത്തേക്കാൾ കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ലോവർ ബൗണ്ട് ഓഫ് ജി എക്സ് ആവില്ല. അപ്പൊ അതിനേക്കാൾ വലിയൊരു വാല്യൂ ചെറിയ വാല്യൂ എന്തായാലും സെറ്റിനകത്ത് ഉണ്ടാവും. സോ ദർ എക്സിസ്റ്റ് ക്യൂ എലമെന്റ് ഓഫ് ജി എക്സ് സച്ച് ദാറ്റ് ക്യൂ ലെസ് ദാൻ. ദിസ് മീൻസ് ദാറ്റ് എക്സ് എഫ് ക്യൂല് ഉണ്ടെന്ന് കിട്ടി. എക്സ് എഫ് ക്യൂലുണ്ട് ആൻഡ് ഹെൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിയൻ
ദേ 2 എലമെന്റ് ഓഫ് ജി എക്സ് ആയതുകൊണ്ടാണ് എക്സ് എഫ് ടുവിൽ വന്നത് ജി എക്സിന്റെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, അപ്പം ജി എക്സ് ഒന്നുകൂടി